നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? വാട്ട്, ആംപിയർ, കുതിരശക്തി, മാസ്. ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് വാട്ട്. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ആദ്യ വനിതാ അത്ലറ്റ് ആര്? മേരി ഡിസൂസ, PT ഉഷ, ഷൈനി, MD വത്സമ്മ. മേരി ഡിസൂസയായിരുന്നു. ഓസോൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഞാൻ മണ്ണാകുന്നു, ആകാശം, പൊട്ടുക, സൂചന. ഓസോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ മണ്ണാകുന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം, BV ഗിരി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, KR നാരായണൻ. KR നാരായണനായിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? 1928, 1920, 1923, 1925. സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലെത്തിയത്. കൃത്രിമ ഉപഗ്രഹം ആദ്യമായി വിക്ഷേപിച്ച രാജ്യം ഏത്? സ്പെയിൻ, ഇംഗ്ലണ്ട്, ജപ്പാൻ, റഷ്യ. കൃത്രിമ ഉപഗ്രഹം ആദ്യമായി വിക്ഷേപിച്ചത് റഷ്യയായിരുന്നു. ഗരുഡ ഏത് രാജ്യത്തിൻ്റെ എയർലൈൻസ് ആണ്? ബ്രസീൽ, ബർമ, ഇന്തോനേഷ്യ, ഭൂട്ടാൻ. ഗരുഡ എന്ന എയർലൈൻസ് ഇന്തോനേഷ്യയുടെ എയർലൈൻസ് ആണ്. ആദ്യത്തെ നായിക നടി ആരായിരുന്നു? ജയഭാരതി, ശാരദ, കമലം, മീന. ആദ്യത്തെ നായിക നടി ആരായിരുന്നു? കമലമായിരുന്നു. വസ്തു കരം അടയ്ക്കേണ്ടത് എവിടെയാണ്? വസ്തുവിൻ്റെ കരം അടയ്ക്കേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, പഞ്ചായത്ത്, കൃഷിഭവൻ. വസ്തുവിൻ്റെ കരം അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. 1921 മാപ്പിള ലഹള നടന്ന സ്ഥലം എവിടെ? ബംഗാൾ, കേരളം, ആസാം, കാശ്മീർ. മാപ്പിള ലഹള നടന്നത് കേരളത്തിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇസ്ലാമാബാദ്, ബാഗ്ദാദ്, അറേബ്യ, മക്ക. ഇസ്ലാമാബാദിലാണ്. തൊഴിൽ വാർത്ത ഏതു പത്രത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്? മനോരമ, മാതൃഭൂമി, കൈരളി, ദീപിക. തൊഴിൽ വാർത്ത മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണമാണ്. അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏത്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, ഓക്സിജൻ. അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വാതകം നൈട്രജനാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ആദ്യമായി റേഷൻ കട വഴി വിതരണം ചെയ്തത്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ആദ്യമായി റേഷൻ കട വഴി വിതരണം ചെയ്യപ്പെട്ടത് മണ്ണെണ്ണയായിരുന്നു. ആത്മീയ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം? 1918, 20, 1925, 28. 1928 മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 65%, 55%, 45%, 35%. മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് 65%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏത്? ഇടുക്കി, കൊല്ലം, പാലക്കാട്, തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പ്രകാശവർഷം എന്നത് ഏതിൻ്റെ ഏകകമാണ്? ദൂരം, മർദ്ദം, വ്യാസം, പവർ. പ്രകാശവർഷം എന്നത് ഏതിൻ്റെ ഏകകമാണ്? ദൂരത്തിൻ്റെ ഏകകമാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത്? പാൽ, മുട്ട, പയർ, സോയാബീൻ.
ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് സോയാബീൻ. കുംഭകോണം വ്യാജ മുദ്രപത്ര കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ആര്? അബ്ദുൾ കരീം തെൽഗി, AV സാവന്ത്, കിഷോർ കന്ത്, രാജീവ് ഗുപ്ത. അബ്ദുൾ കരീം തെൽഗിക്കെതിരെയായിരുന്നു. റിച്ചാർഡ് നിക്സൺ ഏത് രാജ്യക്കാരനായിരുന്നു? അമേരിക്ക, പാകിസ്ഥാൻ, ചൈന, ലിബിയ. റിച്ചാർഡ് നിക്സൺ ഏത് രാജ്യക്കാരനായിരുന്നു? അമേരിക്കക്കാരനായിരുന്നു. ബിൽ ഗേറ്റ്സ് ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്? രാഷ്ട്രീയം, സിനിമ, വിവരസാങ്കേതികവിദ്യ, സാഹിത്യം. സിനിമയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. ചൈനയിൽ വൻമതിൽ പണിതത് ആരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനാണ്? മംഗോളിയർ, തുർക്കികൾ, പാലസ്തീൻകാർ, ബ്രിട്ടീഷുകാർ. മംഗോളിയരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനാണ്. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? മെൻഡലീഫ്, ലൂയി പാസ്ചർ, റൊണാൾഡ് റോസ്, ഹനിമാൻ. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ് ആണ്. ക്രോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിൻ്റെ പേരെന്ത്? ഡോളി, റോസി, സുനന്ദ, ദാലി. ക്രോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിൻ്റെ പേര് ഡോളി. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കായുള്ള ചരിത്രപ്രധാനമായ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്തിലായിരുന്നു? ജോർദാൻ, പാരീസ്, ബെൽജിയം, സുഡാൻ. ജോർദാനിൽ വെച്ചിട്ടായിരുന്നു. നാടകത്തിൻ്റെ കാണാപ്പുറങ്ങൾ ആരുടെ ആത്മകഥയാണ്? MK മേനോൻ, CL ജോസ്, PV നാരായണൻ നായർ, VK കൃഷ്ണൻ. CL ജോസിൻ്റെ ആത്മകഥയാണ്. മറയൂർ എന്ന സ്ഥലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദിവാസി സമരം, സുനാമി ദുരന്തം, വർഗീയ കലാപം, ചന്ദനക്കാടുകൾ. മറയൂർ എന്ന സ്ഥലം ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമാണ്. തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതു നദിയുടെ കരയിലാണ്? ഭാരതപ്പുഴ, പെരിയാർ, മണിമലയാർ, പമ്പ. തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം പെരിയാർ നദിയുടെ തീരത്താണ്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം ഏത്? തക്ഷശില, വിദിശ, കാന്തള്ളൂർ ശാല, പാടലീപുത്രം. കാന്തള്ളൂർ ശാലയായിരുന്നു. കേരള മോപ്പസോങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? PC കുട്ടിക്കൃഷ്ണൻ, ബഷീർ, തകഴി, കേശവദേവൻ. കേരള മോപ്പസോങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു തകഴി. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ, കാവേരി, നർമ്മദ, ചമ്പൽ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. 2006 ലോകകപ്പ് ഫുട്ബോൾ നടന്ന സ്ഥലം എവിടെ? ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി, ഫ്രാൻസ്. 2006 ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ജർമ്മനിയിലായിരുന്നു. സാമ്രാജ്യ ശക്തികളുടെ ചേരിയിൽപ്പെടാത്ത രാജ്യം ഏത്? പോർച്ചുഗൽ, ഈജിപ്ത്, സ്പെയിൻ, ജപ്പാൻ. സാമ്രാജ്യ ശക്തികളുടെ ചേരിയിൽപ്പെടാത്ത രാജ്യമായിരുന്നു ഈജിപ്ത്. ആനന്ദകാനനം, മഹാശ്മശാനം എന്നീ പേരുകളുള്ള ഇന്ത്യൻ നഗരം ഏത്? പൂന, ഹരിയാന, വാരണാസി, ആഗ്ര. വാരണാസിയാണ് ശരിയായ ഉത്തരം. വിക്ടോറിയ ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. വിക്ടോറിയ ദ്വീപുകൾ ആർട്ടിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുവായി ഒരു ഹൈക്കോടതി മാത്രമുള്ള സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ആസാം, ജമ്മു കാശ്മീർ. പൊതുവായി ഒരു ഹൈക്കോടതി മാത്രമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കൃത്രിമ സസ്യ പ്രജനന രീതിയെ വിളിക്കുന്ന പേരെന്ത്? ഗ്രാഫ്റ്റിംഗ്, വെഡ്ഡിംഗ്, ക്രോണിംഗ്, ബ്ലാത്തിംഗ്. കൃത്രിമ സസ്യ പ്രജനന രീതിയെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ്. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏത്? C, A, B, D. പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകാത്ത ജീവകമാണ് ജീവകം D.
തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന തടി ഏത്? പ്ലാവ്, മാവ്, തേക്ക്, ചന്ദനം. തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദനമാണ് ക്രയവിക്രയം ചെയ്യപ്പെടുന്നത്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ, ഷീർവാണിപ്പുഴ, ഗോദാവരി, കൃഷ്ണ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന തിളങ്ങുന്നതും അത്യധികം വിലപിടിപ്പുള്ളതുമായ ഒരു ശിലാരൂപം ഏത്? വജ്രം, സ്വർണം, പവിഴം, മുത്ത്. പവിഴമാണ് ശരിയായ ഉത്തരം. ഏറ്റവും വലിയ ഉപ്പുജല തടാകം ഏത്? കാസ്പിയൻ കടൽ, ചാവുകടൽ, മെഡിറ്ററേനിയൻ കടൽ, ബാൾട്ടിക് കടൽ. കാസ്പിയൻ കടലാണ്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്? അറബി, ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു. മൺസൂൺ എന്ന വാക്ക് ഉദ്ഭവിച്ചത് അറബിയിൽ നിന്നാണ്. പച്ചിലകളിൽ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വസ്തു ഏത്? കരോട്ടിൻ, പ്രോട്ടോപ്ലാസം, കുമിൾ, ക്യൂട്ടിക്കിൾ. കരോട്ടിനാണ് ശരിയായ ഉത്തരം. ആഫ്രിക്കൻ ആനകൾ ധാരാളമായി കണ്ടുവരുന്നത് എവിടെ? കെനിയ, ലിബിയ, ഗൂക്ലി, സിംല. ആഫ്രിക്കൻ ആനകൾ ധാരാളമായി കണ്ടുവരുന്നത് കെനിയയിലാണ്. സ്വന്തം ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ള നാക്കുള്ള ജീവി ഏത്? മരയോന്ത്, പച്ചിലപ്പാമ്പ്, ഉടുമ്പ്, അരണ. മരയോന്താണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പത്തി വിടർത്താൻ കഴിവുള്ള പാമ്പ് ഏത്? അണലി, മൂർഖൻ, പെരുമ്പാമ്പ്, രാജവമ്പാല. പത്തി വിടർത്താൻ കഴിവുള്ള പാമ്പാണ് മൂർഖൻ പാമ്പ്. തൊണ്ടയെ ബാധിക്കുന്ന രോഗമേത്? ഡിഫ്തീരിയ, ഗോയിറ്റർ, മുണ്ടിനീര്, ലുക്കീമിയ. തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ലുക്കീമിയ. സിറ്റി ഓഫ് ലവ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഫ്ലോറൻസ്, വെനീസ്, പാരീസ്, റോം. സിറ്റി ഓഫ് ലവ് എന്നറിയപ്പെടുന്ന നഗരമാണ് പാരീസ്. 32 തലച്ചോർ ഉള്ള ജീവി ഏത്? അരണ, ഒച്ച്, പാമ്പ്, അട്ട. 32 തലച്ചോറുകളുള്ള ജീവി ഏത്? അട്ടയ്ക്കാണ്. ലോകത്ത് ചികിത്സയ്ക്ക് ഏറ്റവും ചിലവേറിയ രോഗം ഏത്? എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, ഹൃദ്രോഗം, ക്യാൻസർ. ലോകത്ത് ചികിത്സയ്ക്ക് ഏറ്റവും ചിലവേറിയ രോഗമാണ് ഹൃദ്രോഗം. എലികൾക്ക് ആരാധനാലയം നിർമ്മിച്ചതെവിടെ? തമിഴ്നാട്, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ. എലികൾക്ക് ആരാധനാലയം നിർമ്മിച്ചത് രാജസ്ഥാനിലായിരുന്നു. ശരീരവേദന കുറയ്ക്കുന്ന പച്ചക്കറി ഏത്? പച്ചമുളക്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, സവാള. ശരീരവേദന കുറയ്ക്കുന്ന പച്ചക്കറി ഏതാണ്? പച്ചമുളകാണ് ശരിയായ ഉത്തരം. ഏറ്റവും സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ ഏത്? ഇംഗ്ലീഷ്, ജാപ്പനീസ്, ഗ്രീക്ക്, മലയാളം. ഏറ്റവും സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ ഏത്? ജാപ്പനീസ് ആണ്. തുമ്പിയുടെ കണ്ണിൽ എത്ര ലെൻസുകൾ കാണപ്പെടുന്നു? 30,000, 40,000, 50,000, 60,000. തുമ്പിയുടെ കണ്ണിൽ എത്ര ലെൻസുകൾ കാണപ്പെടുന്നു? 30,000 ലെൻസുകൾ. കരയിൽ ഏറ്റവും വലിയ തലച്ചോർ കാണപ്പെടുന്ന ജീവി ഏത്? ഒട്ടകം, കഴുത, കുതിര, ആന. കരയിൽ ഏറ്റവും വലിയ തലച്ചോർ കാണപ്പെടുന്ന ജീവിയാണ് ആന. പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഏത്? നേപ്പാൾ, ബ്രിട്ടൻ, ചൈന, ഇന്ത്യ. പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഏത്? ഇന്ത്യയാണ് ശരിയായ ഉത്തരം.
ലോകത്ത് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഏത്? ഓന്ത്, ഒച്ച്, പല്ലി, അരണ. ലോകത്ത് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവിയാണ് ഒച്ച്. പടികൾ ഇറങ്ങാൻ സാധിക്കാത്ത മൃഗം ഏത്? പൂച്ച, മാൻ, ഒട്ടകം, പശു. പടികൾ ഇറങ്ങാൻ സാധിക്കാത്ത മൃഗം ഏത്? പശുവാണ് ശരിയായ ഉത്തരം. കാലിലൂടെ രുചി അറിയുന്ന ജീവി ഏത്? മത്സ്യം, പുഴു, പൂമ്പാറ്റ, ഇവയൊന്നുമല്ല. കാലിലൂടെ രുചി അറിയുന്ന ജീവി ഏത്? പൂമ്പാറ്റയാണ് ശരിയായ ഉത്തരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? ഇ, സെഡ്, വി, ഒ. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് ഇ. പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏത്? പ്രാവ്, കാക്ക, മൈന, തത്ത. പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏത്? തത്തയാണ് ശരിയായ ഉത്തരം. ഗർഭകാലം കൂടുതലുള്ള മൃഗം ഏത്? കടുവ, മാൻ, ആന, പുലി. ഗർഭകാലം കൂടുതലുള്ള മൃഗം ഏത്? ആനയാണ് ശരിയായ ഉത്തരം. സൂര്യപ്രകാശം തട്ടിയാൽ ദേഹം പൊള്ളുന്ന ജീവി ഏത്? ഒട്ടകം, പശു, പന്നി, എരുമ. സൂര്യപ്രകാശം തട്ടിയാൽ ദേഹം പൊള്ളുന്ന ജീവിയാണ് പന്നി. ചെവി കേൾക്കാതെയും കണ്ണു കാണാതെയും ജനിക്കുന്ന ഒരേ ഒരു മൃഗമേത്? നായ, പൂച്ച, ആന, കടുവ. പൂച്ചയാണ് ശരിയായ ഉത്തരം. നാവു നീട്ടാൻ പറ്റാത്ത ജീവി ഏത്? പല്ലി, അരണ, ഓന്ത്, മുതല. നാവു നീട്ടാൻ പറ്റാത്ത ജീവിയാണ് മുതല. കൺപോളകളില്ലാത്ത ഒരേ ഒരു ജീവി ഏത്? മീൻ, ഒച്ച്, പാമ്പ്, ഇതൊന്നുമല്ല. കൺപോളകളില്ലാത്ത ഒരേ ഒരു ജീവി പാമ്പാണ്. മനുഷ്യൻ്റെ കണ്ണിനോട് 99% സാമ്യമുള്ള കണ്ണ് ആരുടേതാണ്? സ്രാവ്, കരടി, ഒട്ടകം, പ്രാവ്. സ്രാവിൻ്റെയാണ്. 100-ലധികം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏത്? കരടി, കുറുക്കൻ, നായ, പൂച്ച. പൂച്ചയാണ് ശരിയായ ഉത്തരം. വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത മൃഗം ഏത്? കഴുത, ഹിപ്പോപ്പൊട്ടാമസ്, പന്നി, ആട്. വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത മൃഗം ഏത്? ഹിപ്പോപ്പൊട്ടാമസ് ആണ് ശരിയായ ഉത്തരം. കാൽ ഉണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി ഏത്? വണ്ട്, തുമ്പി, ഈച്ച, കൊതുക്. കാൽ ഉണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണിയാണ് തുമ്പി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള നിറം ഏത്? പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള നിറം നീലയാണ്. ഓറഞ്ച് നിറത്തിൽ പല്ലുള്ള മൃഗം ഏത്? സ്ലോത്ത്, അണ്ണാൻ, ബീവർ, ഇവയൊന്നുമല്ല. ഓറഞ്ച് നിറത്തിലുള്ള പല്ല് കാണപ്പെടുന്നത് ബീവറിനാണ്. തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന മൃഗം ഏത്? ഒട്ടകം, പാമ്പ്, മുയൽ, ആമ. തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന മൃഗം ഏത്? മുയലാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏത്? ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏത്? മൾബറി, സ്ട്രോബെറി, ആത്തപ്പഴം, മാങ്ങ. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴമാണ് മാങ്ങാപ്പഴം. കൈകളുടെ അറ്റത്ത് കണ്ണുള്ള ജീവി ഏത്? തിരണ്ടി, സ്റ്റാർഫിഷ്,
കടലാമ ഇവയൊന്നുമല്ല. കൈകളുടെ അറ്റത്ത് കണ്ണുള്ള ജീവി ഏത്? സ്റ്റാർഫിഷാണ് ശരിയായ ഉത്തരം. ആയുസ് കൂടിയ പക്ഷി ഏത്? യമു, മൂങ്ങ, കഴുകൻ, ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏത്? ഒട്ടകപ്പക്ഷിയാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദമുള്ള ജീവി ഏത്? കഴുത, പുലി, മാൻ, ജിറാഫ്. ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദമുള്ള ജീവി ഏത്? ജിറാഫാണ് ശരിയായ ഉത്തരം. അകലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കാലുകൾ ഉപയോഗിക്കുന്ന ജീവി ഏത്? എരുമ, നായ, പൂച്ച, ആന. അകലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കാലുകൾ ഉപയോഗിക്കുന്ന ജീവിയാണ് ആന. പുകവലിയുടേത് കണക്കെ ദോഷം ചെയ്യുന്നത് എന്ത്? മുളക്, ഉപ്പ്, പഞ്ചസാര, എരിവ്. പുകവലിയുടേത് കണക്കെ ദോഷം ചെയ്യുന്നത് പഞ്ചസാരയാണ്. മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ടത് എന്ത്? പുളി, നെല്ലിക്ക, നാരങ്ങ ഇവയൊന്നുമല്ല. മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണമാണ് നാരങ്ങ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റോസാ ചെടിയുടെ പ്രായം എത്ര? 2500 വർഷം, 2000 വർഷം, 1500 വർഷം, 1000 വർഷം. 1000 വർഷമാണ് ശരിയായ ഉത്തരം. തൈരുണ്ടാക്കാത്ത പാൽ ഏത് മൃഗത്തിൻ്റേതാണ്? മുയൽ, ആട്, എരുമ, ഒട്ടകം. തൈരുണ്ടാക്കാത്ത പാൽ ഒട്ടകത്തിൻ്റേതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണം ഏത്? ഗോതമ്പ്, എണ്ണ, ചീസ്, പാല്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണമാണ് ചീസ്. ഒരു കപ്പ് കോഫിക്ക് സമാനമായ പഴം ഏത്? വാഴപ്പഴം, മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ. ഒരു കപ്പ് കോഫിക്ക് സമാനമായ പഴമാണ് ആപ്പിൾ. ശരീരം തണുപ്പിക്കാൻ കാലിൽ മൂത്രമൊഴിക്കുന്ന പക്ഷി ഏത്? മൈന, കാക്ക, കഴുകൻ, പരുന്ത്. ശരീരം തണുപ്പിക്കാൻ കാലിൽ മൂത്രമൊഴിക്കുന്ന പക്ഷിയാണ് കഴുകൻ. പാവപ്പെട്ടവൻ്റെ ഫലം എന്നറിയപ്പെടുന്നത്? ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ, ചക്ക. പാവപ്പെട്ടവൻ്റെ ഫലം എന്നറിയപ്പെടുന്നത് ചക്കയാണ്. ഒരിക്കലും കണ്ണടയ്ക്കാത്ത ജീവി ഏത്? അരണ, വണ്ട്, ഓന്ത്, പാമ്പ്. ഒരിക്കലും കണ്ണടയ്ക്കാത്ത ജീവിയാണ് പാമ്പ്. ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ലൈറ്റ് കളർ ഏതാണ്? വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ്. ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ലൈറ്റ് കളർ ചുവപ്പാണ്. കാലൊടിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവി ഏത്? തേൾ, എലി, പുൽച്ചാടി, ഞണ്ട്. കാലൊടിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവിയാണ് ഞണ്ട്. ലോകത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ ഏത്? മാർക്കോ, പുലിമുരുകൻ, മാണിക്യം, അവതാർ. ലോകത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയാണ് അവതാർ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്ര ഏതാണ്? വിമാനം, കപ്പൽ, ബസ്, ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്ര വിമാനയാത്രയാണ്. മഞ്ഞ വസ്ത്രങ്ങൾ നിരോധിച്ച രാജ്യം ഏത്? നേപ്പാൾ, പാരീസ്, മലേഷ്യ, ഗ്രീസ്. മഞ്ഞ വസ്ത്രങ്ങൾ നിരോധിച്ച രാജ്യമാണ് മലേഷ്യ. ഭൂമിയുടെ കുടൽ എന്ന് വിളിക്കപ്പെടുന്ന ജീവി ഏത്? പുഴുക്കൾ, ചിത്രശലഭം, മണ്ണിര, വിരകൾ.
ഭൂമിയുടെ കുടൽ എന്ന് വിളിക്കപ്പെടുന്ന ജീവിയാണ് മണ്ണിര. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി ഏത്? ഒട്ടകപക്ഷി, പെൻഗിൻ, പൊന്മാൻ, കിവി. കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷിയാണ് കിവി. വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന ഒരേ ഒരു അവയവം ഏത്? വൃക്ക, ഹൃദയം, കണ്ണ്, ശ്വാസകോശം. വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന ഒരേ ഒരു അവയവമാണ് ശ്വാസകോശം. വിവാഹം കഴിഞ്ഞ് എത്ര ദിവസത്തിന് ശേഷം ബന്ധപ്പെടുന്നതാണ് നല്ലത്? 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 5 ദിവസം. വിവാഹം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ബന്ധപ്പെടുന്നതാണ് നല്ലത്.